വെൽക്കം ടു അവർ ചാനൽ ക്രേസി കപ്പിൾ വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് വോയിസ് ഒക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഒരു മഹോത്സവം നടക്കുകയാണ്. അപ്പോൾ ഉള്ള വോയിസിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പാരൻസിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഏകദേശം മിക്ക പാരൻസ് മിക്കവാറും അമ്മമാരാണ് ബുദ്ധിമുട്ടുന്നത് ഡയപ്പർ ഡിസ്പോസലാണ്. ഞാൻ ഇന്ന് ഒരു 20 രൂപ പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഡയപ്പർ ഡിസ്പോസ് ചെയ്യാമെന്ന് പഠിക്കാം. ഏത് ഡയപ്പേഴ്സ് യൂസ് ചെയ്താലും അതിനകത്ത് ഒരു ജെല്ലി ക്രിസ്റ്റൽസ് ഉണ്ടല്ലേ, അത് വീർത്ത് ഭയങ്കര ഒരു ടെൻഷനാണ് നമ്മൾക്കൊക്കെ. അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യും, കത്തിക്കാൻ ശ്രമിച്ചാൽ അത് ഡിസ്പോസ് ആവത്തില്ല, അത് നോട്ട് ഡിഗ്രേഡബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ വീഡിയോയിൽ നമ്മൾക്ക് എങ്ങനെ സേഫായിട്ട് എൻവയോൺമെൻറ്റും കേടുവരാതെ എങ്ങനെ ഡയപ്പർ ഡിസ്പോസ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേറൊരു പ്രോഡക്റ്റ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴേക്കും നമ്മളുടെ അമ്മമാർക്ക് നമ്മൾ കിട്ടുന്നത് ക്ലോത്ത് ഡയപ്പേഴ്സ് ആയിരിക്കും. പണ്ട് ക്ലോത്ത് ഡയപ്പറായിട്ട് വന്നിട്ടില്ല, പണ്ട് തുണിയൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് അമ്മമാർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ക്ലോത്ത് ഡയപ്പറായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഒരു വണ്ടർഫുൾ ക്ലോത്ത് ഡയപ്പറൂടെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ലവ് ലാപ്പിൻ്റെ റീയൂസബിൾ ക്ലോത്ത് ഡയപ്പറാണ്. നല്ല വണ്ടർഫുൾ പ്രിൻറ്റോട് കൂടിയാണ് ഇത് വരുന്നത്. എനിക്ക് ഈ പാണ്ട പ്രിന്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ബാംബൂ ചാർക്കോൾ ഫാബ്രിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾക്കിപ്പോൾ വീട്ടിലേക്കുള്ള സമയത്ത് നമ്മൾക്ക് മറ്റുള്ള ഡയപ്പേഴ്സൊക്കെ യൂസ് ചെയ്യാതെ നമ്മൾക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടും എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഡയപ്പറാണിത്. ഇതിൻ്റെ കൂടെ ഒരു പാഡിങ് കൂടെ വരുന്നുണ്ട്. ഇത് ഹൈ അബ്സോർബൻസി ഉള്ളതാണ്, അതുപോലെ തന്നെ സ്റ്റെയിൻ പ്രൂഫുമാണ്. ഇത് നമ്മൾക്ക് കഴുകി നല്ലോണം യൂസ് ചെയ്യാം. നല്ലോണം വെയിലത്തിട്ട് നല്ലോണം ഉണക്കി നല്ലോണം കഴുകി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾക്ക് കുറേ ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ക്ലോത്ത് ഡയപ്പർ എന്ന് പറയുന്നത് 3 months+ മുതൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുഞ്ഞു പ്രായത്തിലും കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നവരുണ്ട്. എന്നാലും കുറച്ചുകൂടെ 3 months+ മുതൽ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ നല്ലൊരു കംഫർട്ടബിൾ എലാസ്റ്റിക് ബാൻഡാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അകത്ത് തന്നെ നോക്കുമ്പോൾ തന്നെ കണ്ടോ, നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്. പിന്നെ കുറേ ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾക്കിപ്പോൾ കുട്ടി ഗ്രോ ചെയ്യുന്നതനുസരിച്ച് നമ്മൾക്ക് ഇത് ബട്ടണൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ സൈസിനനുസരിച്ച് നമ്മൾക്ക് യൂസ് ചെയ്യാം ഇത്. അപ്പോൾ ഞാനിവിടെ ഡയപ്പർ ഡിസ്പോസ് ചെയ്യാനായിട്ട് ഒരു പഴയ ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് പഴയ പെയിൻറ്റ് ബക്കറ്റാണ്. അപ്പോൾ കൂടെ കുറച്ച് വെള്ളവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്നിവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു ഡയപ്പർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഞാനിവിടെ ലവ് ലാപ്പിൻ്റെ തന്നെ സുപ്രീം പാൻ ഡയപ്പേഴ്സാണ് വാമിക്ക് യൂസ് ചെയ്യുന്നത്. ഇത് 12 hour അബ്സോർബൻസി ഉള്ള ഒരു സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ഡയപ്പേഴ്സാണ്. അതിൻ്റെ എലാസ്റ്റിക് നല്ല കംഫർട്ടബിളാണ് കുട്ടികൾക്ക്. അപ്പോൾ ഇത് ഈ പോർഷനാണ് എപ്പോഴും നമ്മൾക്ക് ഡിസ്പോസ് ചെയ്യാതിരിക്കുന്നത്. ഇതിനകത്താണ് ആ ജെല്ലി ക്രിസ്റ്റൽസ് ഉള്ളത്. അപ്പോൾ ഞാനിത് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഈ ഡയപ്പർ ഒന്ന് വെള്ളത്തിൽ മുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ കൂടെ വീർക്കും. അപ്പോൾ നമുക്ക് മാക്സിമം ആ ഒരു ജെല്ലി ഫുള്ളും ഒന്ന് വീർത്ത് കിട്ടും. അപ്പോൾ ആ ബക്കറ്റിലുള്ള ഒരു 1/4 ബക്കറ്റോളം വെള്ളം അത് ഫുൾ അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. അബ്സോർബൻസ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ് ഈ ജെല്ലി ക്രിസ്റ്റൽസിന്. നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ബക്കറ്റ് ഒന്ന് എംപ്റ്റി ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ഡയപ്പറിൻ്റെ ആ ജെല്ലി ക്രിസ്റ്റൽസ് ഉള്ള പാർട്ട് മാത്രം ഒന്ന് ടെയർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ജെല്ലി മാത്രമുള്ള പാക്കറ്റ് ഒരു കേടുപാടൊന്നും കൂടാതെ ഞാൻ ബക്കറ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ആ ഒരു ഔട്ടർ ലെയർ ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സെപ്പറേറ്റ് അത് നമുക്ക് മാറ്റി വയ്ക്കുക. നമ്മൾക്ക് പിന്നീട് യൂസ് വരുന്ന ഒരു സംഭവമാണ്. അടുത്ത് ഞാൻ ആ ഒരു ജെല്ലി ക്രിസ്റ്റൽസ് മാത്രമുള്ള ആ ഒരു പാഡിങ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് പൊട്ടിക്കുവാണ്. അതിനകത്ത് മുഴുവൻ ജെല്ലി ക്രിസ്റ്റൽസ് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇതിനകത്തും കുറേ ക്ലോത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജെല്ലി ക്രിസ്റ്റൽസിൻ്റെ കൂടെ തന്നെ കുറേ ക്ലോത്തൊക്കെ ചുറ്റിട്ടാണ് കേട്ടോ. ജെല്ലി ക്രിസ്റ്റൽസ് ഏകദേശം വീർത്ത് ആ ക്ലോത്തിലൊക്കെ നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ക്ലോത്തൊക്കെ ഇനി ഒഴിക്കുന്ന വെള്ളത്തിലോട്ട് നമുക്ക് ഈ കഴുകിയെടുക്കാം. എന്നാലേ അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ജെല്ലി ക്രിസ്റ്റൽസൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ മാക്സിമം അതിനകത്ത് ഉണ്ടായിരുന്ന ക്ലോത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ക്ലോത്ത് ഇല്ലേ അതിന് കൂടെ തന്നെ കിടക്കുവാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ച് ഒന്ന് ഉപ്പൊക്കെ ഇട്ട് ഡൈലൂട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ആ ക്ലോത്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു മഞ്ഞുകട്ട പോലെ ഉണ്ടായിരുന്നു കേട്ടോ ജെല്ലി ക്രിസ്റ്റൽസ് കാണാൻ.
അപ്പോൾ ഞാൻ ഈ ബക്കറ്റിൽ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇതിനകത്ത് വീണ്ടും ക്ലോത്ത് കിടക്കുന്നത് കണ്ടത്. അപ്പം ഞാൻ അതൊന്ന് ജസ്റ്റ് മുക്കി എല്ലാം റിമൂവ് ചെയ്തെടുത്തു. പക്ഷേ ഒഴിച്ചു കൊടുത്ത വെള്ളം മൊത്തം അത് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഏകദേശം വീണ്ടും മഞ്ഞക്കെട്ടുകൾ പോലെ ഇത് വീർത്ത് വീർത്ത് വന്നു. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒരു സ്റ്റിക്കിട്ട് ഇളക്കി കൊടുത്തു. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും അത് കുറേ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ലോണം അത് ഡൈല്യൂട്ടായി വെള്ളം പോലെ ആയിട്ടോ. ക്രിസ്റ്റൽസ് ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്, വെള്ളം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഡൈല്യൂട്ടായി ഇങ്ങനെ ഒരു വെള്ളം പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഞാൻ ഫ്ലഷ് ചെയ്ത് കളയാറാണ് ചെയ്യുന്നത്. സാധാരണ ടോയ്ലറ്റിൽ ഒഴിച്ച് കളയുക അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ സേഫായിട്ട് ഞാൻ ഡിസ്പോസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ഡയപ്പറിൻ്റെ ആ ഒരു ജെല്ലി പോർഷൻ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറേ പാർട്സൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഡിസ്പോസ് ചെയ്യാൻ. അപ്പോൾ ആ പാർട്ടൊക്കെ ക്ലോത്താണ്, നമുക്ക് വേണമെങ്കിൽ കരിച്ചു കളയാം. അതുപോലെ ഈ ഒരു പാർട്ട് ഞാൻ ആദ്യം കാണിച്ചത് നിങ്ങൾ ഓർക്കുന്നല്ലോ. അപ്പോൾ ഞാനിത് നല്ലോണം വെയിലത്തിട്ട് ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വീണ്ടും റീയൂസ് ചെയ്യാം. ഇതെങ്ങനെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയത്ത് ക്ലോത്ത് നാപ്പീസ് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാറുണ്ടല്ലേ. അത് ഇട്ട് കൊടുക്കുമ്പോൾ ചില കുട്ടികൾക്ക് അത് കഴിഞ്ഞൊക്കെ പോകും. അത് കഴിഞ്ഞ് പോകുന്നത് തടയാൻ പറ്റും ഇത് വെച്ചിട്ട്. അതായത് നമ്മൾക്ക് ആ ക്ലോത്ത് നാപ്പി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു സംഭവം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു എലാസ്റ്റിക് ബാൻഡ് വെച്ചിട്ട് ആ ക്ലോത്ത് നാപ്പി അഴിയാതെ പോകും. അപ്പോൾ ഇതും അങ്ങനെ യൂസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡയപ്പർ ഡിസ്പോസൽ ഇനി എല്ലാവരും ബുദ്ധിമുട്ടണ്ട. അപ്പോൾ മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.